ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് BCom BBA 4th സെമിസ്റ്ററിലെ ബാങ്കിങ് ആൻഡ് ഇൻഷുറൻസ് എന്ന സബ്ജക്റ്റിനെ കുറിച്ചാണ്. ഈ സബ്ജക്റ്റിൽ ടോട്ടൽ 5 മൊഡ്യൂൾസ് ആണുള്ളത്. 3 മൊഡ്യൂൾ ബാങ്കിങ് റിലേറ്റഡും 2 മൊഡ്യൂൾ ഇൻഷുറൻസ് റിലേറ്റഡുമാണ്. ഇവിടെ മെയിനായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഓരോ മൊഡ്യൂളിലും എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് വരുന്ന ചില ഭാഗങ്ങളാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്കിങ് എന്ന ചാപ്റ്ററിൽ, അഥവാ ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്കിങ് എന്ന ചാപ്റ്ററിൽ ഇമ്പോർട്ടൻ്റ് ആയുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. 2019 to 2015 ഉള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, 2015 to 2019 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏറ്റവും കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ച ചില ക്വസ്റ്റ്യൻസ് കൂടി നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു പോർഷനിൽ കണ്ടിന്യൂസ് ആയിട്ട് ചോദിച്ചത്. അപ്പോൾ ഇൻട്രൊഡക്ഷൻ ഓഫ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ബാങ്ക് എന്ന് പറഞ്ഞാൽ, എ ബാങ്ക് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ലൈസൻസ്ഡ് ടു റിസീവ് ഡെപ്പോസിറ്റ് ആൻഡ് മേക്ക് ലോൺസ്. ബാങ്ക്സ് may also provide financial services such as wealth management, currency exchange and safe deposit boxes. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യാനും ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നതിനുമുള്ള ലൈസൻസുകൾ ഉള്ള ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. വെൽത്ത് മാനേജ്മെൻറ്റ്, കറൻസി എക്സ്ചേഞ്ച്, സേഫ് ഡെപ്പോസിറ്റ് ബോക്സുകൾ എന്നിവ പോലുള്ള ഫിനാൻഷ്യൽ സർവീസുകളും ബാങ്കുകളിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. There are several different kinds of banks including retail banks, commercial banks or cooperative banks and investment bank. In most countries, banks are regulated by the national government or central government. റീറ്റെയിൽ ബാങ്കുകൾ, കൊമേഴ്ഷ്യൽ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകൾ, ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്കുകൾ എന്നിവ ഉൾപ്പെടെ നിരവധി തരം ബാങ്കുകൾ ഉണ്ട് നമ്മുടെ ഇന്ത്യയിൽ. മിക്ക രാജ്യങ്ങളിലും ബാങ്കുകളെ നിയന്ത്രിക്കുന്നത് നാഷണൽ ഗവൺമെൻറ്റോ സെൻട്രൽ ബാങ്കോ ആയിരിക്കും. നെക്സ്റ്റ്, ഡെഫിനിഷൻ ഓഫ് എ ബാങ്ക്. ഇത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കലുണ്ട്. ഡിഫൈൻ എ ബാങ്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ഒരു ഡെഫിനിഷൻ എഴുതിയാൽ മതി. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് 1949 define banking as accepting for the purpose of lending or investment of deposit of money from the public, repayable on demand or otherwise and withdrawable by check, draft, order or otherwise. 1949 ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരം ബാങ്കിങ്ങിനെ ഡിഫൈൻ ചെയ്യുന്നത് ഇങ്ങനെയാണ്. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അവിടെ നമുക്ക് ലോൺസ് നൽകുന്നതിനോ അതുപോലെ തന്നെ ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനോ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. പൊതുജനങ്ങളിൽ നിന്ന് എമൗണ്ട് നിക്ഷേപിക്കുക, അതുപോലെ തന്നെ ആവശ്യാനുസരണം അത് തിരിച്ചടയ്ക്കുക, അല്ലെങ്കിൽ ചെക്ക്, ഡ്രാഫ്റ്റ്, ഓർഡർ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വഴി ആ എമൗണ്ട് പിൻവലിക്കുക എന്നതിനുള്ള എല്ലാ തരത്തിലുമുള്ളൊരു ഫെസിലിറ്റീസ് ഈ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അഥവാ ഈ ബാങ്ക് എന്ന് പറഞ്ഞ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്കിങ്. എന്തൊക്കെ സവിശേഷതകളാണ് ഒരു ബാങ്കിനുള്ളത്? ഒന്നാമത്തെ, ഡീലിംഗ് ഇൻ മണി എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ എമൗണ്ടുമായിട്ട് റിലേറ്റഡ് ആയ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ബാങ്ക് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഇൻഡിവിജ്വൽ, ഫേം ഓർ കമ്പനി. ഈ പറയുന്ന ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ ആവാം, അല്ലെങ്കിൽ ഒരു ഫേം ആവാം, അല്ലെങ്കിൽ ഒരു കമ്പനി ആവാം. ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സൺ, ഒരു ഫേം അല്ലെങ്കിൽ കമ്പനി, ഈ മൂന്നെണ്ണത്തിൽ ഏതുമാവാം ബാങ്ക് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ അക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്. ഇവിടെ ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുന്നതിന് ഒരു ബാങ്കുകളിൽ 2 പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക, അതുപോലെ തന്നെ ലോൺസ് പ്രൊവൈഡ് ചെയ്യുക എന്നതൊക്കെ. ഒരു ബാങ്കിലുള്ള 2 പ്രധാന പ്രവർത്തനങ്ങളിലൊന്നാണ് ഡെപ്പോസിറ്റ് റിസീവ് ചെയ്യുക, ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ ബാങ്കുകളുടെ പബ്ലിക് എമൗണ്ടിൻ്റെ സെക്യൂരിറ്റി ചെയ്യുക. ഇതൊക്കെ എന്താണ്, ഒരു ബാങ്കിൻ്റെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളിലൊന്നാണ് എന്നാണ് പറയുന്നത്.
കുറച്ച് ഡെപ്പോസിറ്റ് ചെയ്യുന്ന അല്ലെ എമൗണ്ട് സെക്യൂർഡ് ആയിട്ട് ഡെപ്പോസിറ്റ് ചെയ്യുന്നതിനുള്ള നടപടികളും ഇതിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ എമൗണ്ട് ആവശ്യമുള്ള ആളുകളിൽ നിന്ന് അത് ഇൻട്രസ്റ്റ് നേടാൻ ബാങ്കുകൾക്ക് ഈ ഒരു ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് കൊണ്ട് സാധിക്കും. നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ട് കൊണ്ട് നമുക്ക് എന്താണ് അവിടെ ആവശ്യമുള്ള ആളുകൾക്ക് പലിശ നേടാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഈ ബാങ്കുകൾ ഇൻട്രസ്റ്റിൻ്റെ ഒരു ഭാഗം ഇൻവെസ്റ്റേഴ്സുമായിട്ട് അഥവാ ഡെപ്പോസിറ്റേഴ്സുമായിട്ടും പങ്കിടുകയും ചെയ്യുന്നുണ്ട്. ഇവിടെ മെയിനായിട്ട് പറയുന്നത് ആക്സെപ്റ്റൻസ് ഓഫ് ഡെപ്പോസിറ്റ് എന്ന് പറയുകയാണെങ്കിൽ ഡെപ്പോസിറ്റ് സ്വീകരിക്കുന്നത് ബാങ്കിൻ്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നാണ്. അതുമാത്രമല്ല അവിടെ മെയിനായിട്ട് നമ്മുടെ ഡെപ്പോസിറ്റ് ചെയ്ത എമൗണ്ടിന് അതിൻ്റേതായിട്ടുള്ള ഇൻട്രസ്റ്റ് നമുക്ക് എന്താണ് വർദ്ധിക്കുന്നുണ്ടായിരിക്കും. അതുപോലെ തന്നെ അവിടെ അടിസ്ഥാനപരമായിട്ട് നമുക്ക് ആ എമൗണ്ട് സെക്യൂർഡ് ആയിരിക്കും എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഗിവിങ് അഡ്വാൻസസ്. ഗിവിങ് അഡ്വാൻസസ് എന്ന് പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് വിവിധ ആവശ്യങ്ങൾക്കായിട്ട് ആവശ്യമുള്ളവർക്ക് ലോൺസിൻ്റെ രൂപത്തിൽ പണം നൽകുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ. പേയ്മെൻറ്റ് ആൻഡ് വിഡ്രോവൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ബാങ്ക് അതിലെ കസ്റ്റമേഴ്സിന് ചെക്കുകളുടെ രൂപത്തിൽ എളുപ്പത്തിൽ പേയ്മെൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ അത് വിഡ്രോ ചെയ്യാനുമുള്ള സൗകര്യങ്ങൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് ഏജൻസി ആൻഡ് യൂട്ടിലിറ്റി സർവീസസ്. ഒരു ബാങ്ക് അതിലുള്ള കസ്റ്റമേഴ്സിന് വിവിധ ബാങ്കിങ് സൗകര്യങ്ങളും അതുപോലെ തന്നെ അവയിൽ പൊതുവായ യൂട്ടിലിറ്റി സർവീസുകളും നൽകുന്നുണ്ട്. നെക്സ്റ്റ് എവർ ഇൻക്രീസിങ് ഫങ്ഷൻ. എവർ ഇൻക്രീസിങ് ഫങ്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ബാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇവല്യൂഷണറി കോൺസെപ്റ്റാണ്. ഇത് തുടർച്ചയായിട്ട് എക്സ്പാൻഡ് ചെയ്യും, അതുപോലെ തന്നെ ഡൈവേഴ്സിഫിക്കേഷനും ഉണ്ടാവും ഒരു ബാങ്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഈ ബാങ്കിൻ്റെ പ്രവർത്തനങ്ങളിൽ ഒന്നാണ് അതിൻ്റെ സർവീസസ് അതുപോലെ തന്നെ ആക്ടിവിറ്റീസ് എന്നൊക്കെ പറയുന്നത്. നെക്സ്റ്റ് ടോപ്പിക്കാണ് ടൈപ്സ് ഓഫ് ബാങ്ക്. ഫസ്റ്റ് ബാങ്കാണ് കൊമേഴ്ഷ്യൽ ബാങ്ക്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഓഫർ ചെക്കിംഗ് അക്കൗണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്, ഓണേഴ്സ് ആൻഡ് പേഴ്സണൽ ലോൺസ്, സേവിങ്സ് ആൻഡ് അതർ റിലേറ്റഡ് ഫിനാൻഷ്യൽ സർവീസസ്. കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ ചെക്കിംഗ് അക്കൗണ്ട്, ഡിമാൻഡ് ഡെപ്പോസിറ്റ്സ്, അതുപോലെ തന്നെ ഓണേഴ്സ്, പേഴ്സണൽ ലോൺസ്, സേവിങ്സ്, മറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ സർവീസുകളും ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അഥവാ ഒരു ബാങ്ക് അഥവാ ഒരു കൊമേഴ്ഷ്യൽ ബാങ്ക് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. The commercial banks accept deposit for a short period, so these banks normally lend short-term loans to businessmen. കൊമേഴ്ഷ്യൽ ബാങ്ക് ഒരു ഷോർട്ട് ടേം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഡെപ്പോസിറ്റ് എന്ന് വിളിക്കുന്നുണ്ട്. കൊമേഴ്ഷ്യൽ ബാങ്ക് മെയിനായിട്ട് സ്വീകരിക്കുന്നത് ഷോർട്ട് ടേം ഡെപ്പോസിറ്റുകളാണെന്നാണ് പറയുന്നത്. അതിനാൽ ഈ ബാങ്ക് സാധാരണയായി ബിസിനസ്സുകാരന് ഷോർട്ട് ടേം ലോൺസ് നൽകുകയും ചെയ്യുന്നുണ്ട്. But recently, the commercial banks extend their area of operation to medium-term and long-term finances. കൊമേഴ്ഷ്യൽ ബാങ്ക് റീസെൻ്റ് ആയിട്ട് ചില ആക്ടിവിറ്റീസ് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. ചില ഏരിയാസ് ഓഫ് ഓപ്പറേഷനിൽ അവിടെ മീഡിയം ടേമും അതുപോലെ തന്നെ ലോങ് ടേം ആയിട്ടുള്ള ഫിനാൻസുകളും വ്യാപിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്, ചില ഏരിയാസ് ഓഫ് ഓപ്പറേഷനിൽ മാത്രം. നെക്സ്റ്റ് ടൈപ്പാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. ദീസ് ബാങ്ക്സ് ആർ ഓൾസോ നോൺ ആസ് ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക്. ഇൻഡസ്ട്രിയൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ബാങ്ക് കൂടിയാണ് ഇൻഡസ്ട്രിയൽ ബാങ്ക്. ഇറ്റ് മെയിൻലി മീറ്റ് ദയർ റിക്വയർമെൻറ്റ്സ് ഓഫ് മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻസസ് നീഡ്സ് ഓഫ് ഇൻഡസ്ട്രിയൽ കൺസേൺ. ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് മെയിനായിട്ട് മീറ്റ് ചെയ്യുന്ന റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീഡിയം ആൻഡ് ലോങ് ടേം ആയുള്ള ഫിനാൻഷ്യൽ റിക്വയർമെൻറ്റ്സ് ആണ് ഒരു ഇൻഡസ്ട്രിയൽ ബാങ്ക്സ് മെയിനായിട്ട് സ്വീകരിക്കുന്നത്. ഒരു ഇൻഡസ്ട്രിയൽ കൺസേണിൽ അവയുടെ കൂടുതലായുള്ള റിക്വയർമെൻറ്റ്സിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മീഡിയം ആൻഡ് ലോങ് ടേം ഫിനാൻസ് ആണ്. നെക്സ്റ്റ് അഗ്രികൾച്ചറൽ ബാങ്ക്. ഇറ്റ് പ്രൊവൈഡ് ഫിനാൻസ് ടു അഗ്രികൾച്ചറൽ പർപ്പസ്. അഗ്രികൾച്ചറൽ ബാങ്ക് എന്ന് അവിടെ മെയിനായിട്ട് അഗ്രികൾച്ചറൽ പർപ്പസിന് വേണ്ടിയിട്ടാണ് ഈ ബാങ്ക് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. ഇൻ ദി മോസ്റ്റ് ഓഫ് ദി കൺട്രീസ് അഗ്രികൾച്ചറൽ ബാങ്ക്സ് ആർ ഫോംഡ് ഓൺ കോപ്പറേറ്റീവ് ബേസ്.
മിക്ക രാജ്യങ്ങളിലും അഗ്രികൾച്ചറൽ ബാങ്ക്സ് ഫോം ചെയ്തിരിക്കുന്നത് കോപ്പറേറ്റീവ് ബേസ്ഡാണ്. There are two types of agricultural banks such as Agricultural Cooperative Bank and Land Development Bank. Next, Local Area Bank. Local Area Banks were set up as per a Government of India scheme announced in August 1996. Local Area Banks are small private banks conceived as low-cost structure which would provide efficient and competitive financial intermediation services in a limited area of operation. ലോക്കൽ ഏരിയ ബാങ്ക് അഥവാ ലാൻഡ് ഏരിയ ബാങ്ക് 1996 ഓഗസ്റ്റിൽ പ്രഖ്യാപിച്ച ഇന്ത്യ ഗവൺമെൻറ് പ്രകാരമാണ് ലാൻഡ് ഏരിയ ബാങ്കുകൾ ഫോമുലേറ്റ് ചെയ്തത് അഥവാ രൂപീകരിച്ചത്. ലോക്കൽ ഏരിയ ബാങ്ക് ഒരു സ്മോൾ പ്രൈവറ്റ് ബാങ്കുകളിലൊന്നാണ് ലോക്കൽ ഏരിയ ബാങ്ക്. അവ കുറഞ്ഞ ചെലവിലുള്ള ഒരു സ്ട്രക്ചർ ആയിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. ഈ ലോക്കൽ ഏരിയ ബാങ്ക്സിൽ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് എഫിഷ്യൻ്റ് ആയിട്ടും അതുപോലെ തന്നെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻ്റർമീഡിയേഷൻ സർവീസുകളും അത് ലിമിറ്റഡ് ഏരിയാസ് ഓഫ് ഓപ്പറേഷനിൽ മാത്രമാണ് ഈ സർവീസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, എക്സ്ചേഞ്ച് ബാങ്ക്. എക്സ്ചേഞ്ച് ബാങ്ക്സ് ആർ ദോസ് ബാങ്ക് വിച്ച് ഡീൽസ് ഫോറിൻ എക്സ്ചേഞ്ച് ആൻഡ് സ്പെഷ്യലൈസ് ഇൻ ഫിനാൻസിങ് ഇൻ്റർനാഷണൽ ട്രേഡ്. ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് ഫോറിൻ ട്രേഡ്. എക്സ്ചേഞ്ച് ബാങ്കിൽ മെയിനായിട്ട് ഡീല് ചെയ്യുന്നത് ഫോറിൻ എക്സ്ചേഞ്ച് സർവീസുകളാണ്. അത് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് ഫിനാൻഷ്യൽ ഇൻ്റർനാഷണൽ ട്രേഡാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്താരാഷ്ട്ര വ്യാപാരങ്ങളിലാണ് ഇത് മെയിനായിട്ട് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ദ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പ്രൊമോട്ടിംഗ് ഫോറിൻ ട്രേഡ്. ഇവിടുത്തെ മെയിനായിട്ടുള്ള റോൾ എന്ന് പറയുന്നത് നമ്മുടെ ഫോറിൻ ട്രേഡ് പ്രൊമോട്ട് ചെയ്യുക, മാക്സിമം ഫോറിൻ ട്രേഡിനെ പ്രൊമോട്ട് ചെയ്യുന്നതാണ് ഇവിടുത്തെ മെയിനായിട്ടുള്ള റോള് എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സേവിങ്സ് ബാങ്ക്സ്. These are the specialized banks which mobilize the saving of the people. It provide the saving habits of the people. സേവിങ് ബാങ്ക്സ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ളൊരു ബാങ്കാണ് സേവിങ് ബാങ്ക് എന്ന് പറയുന്നത്. അവരുടെ ഡേ ടു ഡേ വരുന്ന എമൗണ്ട്സ് അത് എന്താണ് സേവ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാങ്ക്സ് ആണ് സേവിങ് ബാങ്ക്സുകൾ. ഇത് ജനങ്ങൾക്ക് ഇടയിൽ അവരുടെ സേവിങ് ഹാബിറ്റ്സ് കൂട്ടുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, സെൻട്രൽ ബാങ്ക്. ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് ബാങ്കിങ് ആൻഡ് മോണിറ്ററി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എ കൺട്രി. നമ്മുടെ രാജ്യങ്ങളിൽ ഏറ്റവും വലിയ ഇൻസ്റ്റിറ്റ്യൂഷനാണ്, ഏറ്റവും വലിയ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഈ പറയുന്ന സെൻട്രൽ ബാങ്ക്. എവറി കൺട്രി ഹാസ് എ സെൻട്രൽ ബാങ്ക്. ഇറ്റ് ഈസ് ദ ലീഡർ ഓഫ് ഓൾ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ കൺട്രി. ഇറ്റ് റെഗുലേറ്റ്സ്, കൺട്രോൾ ആൻഡ് സൂപ്പർവിഷൻ ദ മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഓഫ് ദ കൺട്രി. സെൻട്രൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ബാങ്കാണ് സെൻട്രൽ ബാങ്ക്. അഥവാ സെൻട്രൽ ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഓരോ രാജ്യത്തിനും ഒരു സെൻട്രൽ ബാങ്ക് ഉണ്ടായിരിക്കും. രാജ്യത്തെ എല്ലാ ബാങ്കിങ് സ്ഥാപനങ്ങളുടെയും നേതാവാണ് സെൻട്രൽ ബാങ്ക് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ കൺട്രോളിങ്, അതുപോലെ തന്നെ സൂപ്പർവിഷൻസ്, മോണിറ്ററി ആൻഡ് ക്രെഡിറ്റ് സിസ്റ്റം ഇതൊക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ്, വേൾഡ് ബാങ്ക്. ഇറ്റ് ഈസ് ദ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രൊവൈഡ് ദ ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു ഇറ്റ്സ് മെമ്പേഴ്സ് countries of the world. The World Bank's institution were formed in 1944, namely International Monetary Fund and International Banks of Reconstruction and Development known as World Bank. വേൾഡ് ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഇവിടെ മെയിനായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത് സാമ്പത്തികമായിട്ടുള്ള ഹെൽപ്പ്, അല്ലെങ്കിൽ ഫിനാൻഷ്യലുള്ള ഹെൽപ്പാണ് ഇവിടെ ഈ വേൾഡ് ബാങ്ക്സ് കൂടുതലായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. വേൾഡ് ബാങ്ക് രൂപീകരിച്ചത് 1944 അതായത് ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട്, അതുപോലെ ഇൻ്റർനാഷണൽ റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഈസ് നോൺ ആസ് വേൾഡ് ബാങ്ക്. ഇത് രണ്ടും കൂടിയ ഒരു ബാങ്കാണ് വേൾഡ് ബാങ്ക് എന്ന് പറയുന്നത്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ട് എന്ന് പറഞ്ഞാൽ ടു പ്രൊവൈഡ് ഷോർട്ട് ടേം ഫണ്ട് ടു ഓവർകം ദ ബാലൻസ് ഓഫ് പേയ്മെൻറ്റ് ഡിഫിക്കൽട്ടീസ്. ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൽ വരുന്ന പേയ്മെൻറ്റ്സുകൾ അത് മറികടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിൻ്റെ ഡിഫിക്കൽട്ടീസ് മറികടക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഷോർട്ട് ടേം ആയുള്ള ഫണ്ടുകൾ നൽകുന്നത്.
നെക്സ്റ്റ് ഇൻ്റർനാഷണൽ ബാങ്ക് ഓഫ് റീകൺസ്ട്രക്ഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് IBRD. ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് ലോങ് ടേം ലോൺസ് ആണ് ഈ ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ളൊരു വാർ സംഭവിച്ച് അല്ലെങ്കിൽ ഒരു യുദ്ധം സംഭവിച്ച് നമ്മുടെ സമ്പദ് വ്യവസ്ഥ കുറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ബാങ്ക് വേൾഡ് ബാങ്ക് നമുക്ക് ലോങ് ടേം ലോൺസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ അവിടെ നമ്മുടെ രാജ്യങ്ങൾ അത്തരം യുദ്ധങ്ങൾ നടന്ന് തകർന്നു പോയി കഴിഞ്ഞാൽ ലെസ് ഡെവലപ്ഡ് കൺട്രീസ് ആകുന്നത് കൊണ്ട് തന്നെ അവിടെ നമുക്ക് ലോങ് ടേം ആയുള്ള ലോൺസ് പ്രൊവൈഡ് ചെയ്താൽ മാത്രമേ നമുക്കത് ഡെവലപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. നെക്സ്റ്റ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ്. ദ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഫോർമലി referred to as the BRICS development banks. It is the multilateral development banks operated by the BRICS. ഈ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിക്സ് എന്ന് നമുക്ക് പറയാം. ബ്രിക്സ് എന്ന് പറയുകയാണെങ്കിൽ B for Brazil, R for Russia, I for India and C for China, then S for South Africa എന്നിങ്ങനെ 5 ബാങ്കുകൾ അല്ലെങ്കിൽ 5 തരത്തിലുള്ള കൺട്രീസുകളിലുള്ള ബാങ്കുകൾ പ്രൊവൈഡ് ചെയ്ത അല്ലെങ്കിൽ അവിടുത്തെയുള്ള ബാങ്കുകളെയാണ് നമ്മൾ ഈ ന്യൂ ഡെവലപ്മെൻറ്റ്സ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഈ ബ്രസീലിലും റഷ്യയിലും ഇന്ത്യയിലും ചൈന ആൻഡ് സൗത്ത് ആഫ്രിക്ക ഈ വക കൺട്രികളിൽ ഡെവലപ്പ് ചെയ്ത ബാങ്കുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ബ്രിക്സ് അഥവാ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സുകൾ എന്ന് പറയുന്നത്. ഈ ബാങ്കുകൾ ഇറ്റ് ഈസ് മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഓപ്പറേറ്റഡ് ബൈ ദ ബ്രിക്സ് സ്റ്റേറ്റ്സ് എന്ന് വെച്ചാൽ മൾട്ടിലാറ്ററൽ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ആണ് ഈ പറയുന്ന ബ്രിക്സ് എന്ന് പറയുന്നത്. മൾട്ടിലാറ്ററൽ എന്ന് പറയുകയാണെങ്കിൽ ഒരേ ടൈമിൽ തന്നെ എല്ലാ ഡെവലപ്മെൻറ്റ് ബാങ്കുകളിലും പ്രവർത്തിക്കുന്നത്, ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതിനെയാണ് നമ്മൾ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ്. ഫസ്റ്റ് വൺ യൂണിറ്റ് ബാങ്കിങ്. It refers to a bank that is a single, usually small banks that provide financial services to its local community. യൂണിറ്റ് ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ലോക്കൽ കമ്മ്യൂണിറ്റീസിന് സാമ്പത്തികമായുള്ള ഹെൽപ്പ് നൽകുന്ന ഒരൊറ്റ ബാങ്കാണ് യൂണിറ്റ് ബാങ്കിങ് എന്ന് പറയുന്നത്. സാധാരണയായിട്ട് സ്മോൾ ബാങ്കിനെ ആണ് ഇത് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ് ബ്രാഞ്ച് ബാങ്കിങ്. ഇറ്റ് ഈസ് ദ മോസ്റ്റ് പ്രിവലൻറ്റ് banking system in the majority of the countries. Under this system, a big bank has a number of branches different part of the countries and even many branches within the metropolitan city like Mumbai, Delhi, Chennai and Kolkata. മിക്ക രാജ്യങ്ങളിലും ഏറ്റവും പ്രചാരത്തിലുള്ള ബാങ്കിങ് സിസ്റ്റമാണ് ഈ പറയുന്ന ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. ഈ ബ്രാഞ്ച് ബാങ്കിങ്ങിന് കീഴിൽ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിരവധി ബ്രാഞ്ചസുകളുണ്ട്. മുംബൈയിലാണെങ്കിലും ഡൽഹിയിലാണെങ്കിലും ചെന്നൈയിലാണെങ്കിലും കൊൽക്കത്തയിലാണെങ്കിലും തുടങ്ങിയ മെട്രോപൊളിറ്റിക്കൽ സിറ്റികളിൽ നിരവധി ബ്രാഞ്ചസുകളുള്ള ബാങ്കാണ് ബ്രാഞ്ച് ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് മൊണോപ്പൊളി ബാങ്കിങ്. ദിസ് സിസ്റ്റം ലീഡ്സ് ടു ദി എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മൊണോപ്പൊളി ബാങ്കിങ് ഇൻ ദി കൺട്രി. When a few big banks open branches in all parts of the country, they limit competition in banking and ultimately leads to the establishment of monopoly in the banking industry. മൊണോപ്പൊളി ബാങ്ക് എന്ന് പറയുകയാണെങ്കിൽ ഈ സിസ്റ്റം രാജ്യത്ത് മൊണോപ്പൊളി ബാങ്കിങ് സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഏതാനും ലാർജ് ബാങ്ക് ബ്രാഞ്ചസ് തുറക്കുമ്പോൾ അവ ബാങ്കിങ്ങിലെ കോമ്പറ്റീറ്റീവ് പരിമിതപ്പെടുത്തുകയും ആത്യന്തികമായിട്ട് ബാങ്കിങ് വ്യവസായത്തിൽ മൊണോപ്പൊളി സ്ഥാപിക്കുന്നതിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. അത്തരം ബാങ്കുകളെയാണ് നമ്മൾ മൊണോപ്പൊളി ബാങ്കിങ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഗ്രൂപ്പ് ബാങ്കിങ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഓഫ് ബാങ്കിങ് ഇൻ വിച്ച് 2 or more banks are directly controlled by corporation or an association or a bank business trust. എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 അതിലധികമോ ബാങ്കുകളുടെ ഒരു കോർപ്പറേഷനോ അസോസിയേഷനോ ആണ് ബിസിനസ് ട്രസ്റ്റോ നേരിട്ട് നിയന്ത്രിക്കുന്ന ബാങ്കിങ് സിസ്റ്റത്തെയാണ് നമ്മൾ ഈ പറയുന്ന ഗ്രൂപ്പ് ബാങ്കിങ് സൂചിപ്പിക്കുന്നത്. 2 അതിലധികമോ ബാങ്കുകളുടെ ഒരു കോർപ്പറേഷനോ അസോസിയേഷനോ ബിസിനസ്സോ ട്രസ്റ്റോ നേരിട്ട് നിയന്ത്രിക്കുന്ന ബാങ്കിങ് സിസ്റ്റത്തെയാണ് നമ്മൾ
ഗ്രൂപ്പ് ബാങ്കിങ്ങിനോട് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, ചെയിൻ ബാങ്കിങ്. ഇറ്റ് ഈസ് അനദർ ഫോം ഓഫ് ബാങ്കിങ്. ഇറ്റ് റെഫേഴ്സ് ടു ദ സിസ്റ്റം ഇൻ വിച്ച് 2 or more banks are both under common control by a devices other than the holding companies. ചെയിൻ ബാങ്കിങ് എന്ന് പറയുകയാണെങ്കിൽ ഇത് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു രൂപമാണ്. ഹോൾഡിംഗ് കമ്പനീസ് ഒഴികെയുള്ള ഒരു ഉപകരണം അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെൻ്റ് 2 അതിലധികമോ ബാങ്കുകളുടെ പൊതു നിയന്ത്രണത്തിലേക്ക് അല്ലെങ്കിൽ പബ്ലിക് കൺട്രോളിലാക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ സിസ്റ്റത്തെയാണ് നമ്മൾ ചെയിൻ ബാങ്കിങ് എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ഇത് ബാങ്കിങ്ങിൻ്റെ മറ്റൊരു രൂപമാണ്. ഹോൾഡിംഗ് കമ്പനീസ് ഒഴികെയുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റും 2 അതിലധികമോ ബാങ്കുകളെ പബ്ലിക് കൺട്രോളിലാക്കുന്ന സിസ്റ്റത്തെയാണ് ഈ പറയുന്ന ചെയിൻ ബാങ്കിങ് സൂചിപ്പിക്കുന്നത്. നെക്സ്റ്റ്, മിക്സഡ് ബാങ്കിങ്. ഇഫ് ദ ബാങ്ക്സ് പ്രൊവൈഡ് ബോത്ത് ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം ലോൺസ് ടു ദി ഇൻഡസ്ട്രീസ് ഇറ്റ് കാൾഡ് മിക്സഡ് ബാങ്കിങ് സിസ്റ്റം. മിക്സഡ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഷോർട്ട് ടേം ലോൺസും ലോങ് ടേം ലോൺസും പ്രൊവൈഡ് ചെയ്യുന്ന ഇൻഡസ്ട്രീസ് ഉള്ള ബാങ്കുകളെ പറയുന്ന പേരാണ് മിക്സഡ് ബാങ്കിങ്. നെക്സ്റ്റ്, കറസ്പോണ്ടൻറ്റ് ബാങ്കിങ്. It is another important types of banking system. A correspondent bank is one which connects the 2 banks under unit banking system. കറസ്പോണ്ടൻറ്റ് ബാങ്കിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു മറ്റൊരു പ്രധാന തരം ബാങ്കിങ് സംവിധാനമാണ്. യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിന് കീഴിലുള്ള 2 ബാങ്കുകളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. യൂണിറ്റ് ബാങ്കിങ് സിസ്റ്റത്തിലുള്ള കീഴിലുള്ള 2 ബാങ്കുകളെ ബന്ധിപ്പിക്കുന്ന ഒന്നാണ് കറസ്പോണ്ടൻറ്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇനി അടുത്തത്, ഇതാണ് നമ്മൾ മെയിനായിട്ട് ഇവിടെ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സുകൾ. ഇവിടെ മെയിനായിട്ട് പഠിക്കേണ്ട ഭാഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ടൈപ്സ് ഓഫ് ബാങ്ക്സും അതുപോലെ തന്നെ ടൈപ്സ് ഓഫ് ബാങ്കിങ്സും ഡെഫിനിഷൻ ഓഫ് ബാങ്കും. ഇത് കമ്പൽസറി ആയിട്ട് പഠിക്കുക. കാരണം ഇതിൽ നിന്നാണ് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. 2 മാർക്കിന് ക്വസ്റ്റ്യൻസ് വരാൻ ചാൻസ് ഉള്ള ടോപ്പിക്സുകളാണ് ഈ പറയുന്ന ടൈപ്സ് ഓഫ് ബാങ്ക്സും അതുപോലെ തന്നെ യൂണിറ്റ് ബാങ്കിങ് ടൈപ്സ് ഓഫ് ബാങ്കിങ്സും ഒക്കെ. കാരണം 2 മാർക്കിന് ഇതെന്ന് ഏതെങ്കിലും ഒരു ബാങ്ക് ചിലപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ വരാം. ചിലപ്പോൾ 4 ബാങ്കുകൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ബാങ്കിങ്സ് ചോദിക്കാം. അത്തരത്തിലും ക്വസ്റ്റ്യൻ വരാം. അതുപോലെ തന്നെ ബാങ്കിൻ്റെ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കുക. ബാങ്കിങ് റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള ആ ഡെഫിനിഷൻ എന്തായാലും പഠിച്ചു വെക്കുക. കാരണം ബാങ്കിൻ്റെ ഡെഫിനിഷൻ ചോദിക്കുന്നത് ഡിഫൈൻ എ ബാങ്ക് എന്ന് പറഞ്ഞിട്ടാണ്. അപ്പോൾ ഡിഫൈൻ എ ബാങ്ക് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഡെഫിനിഷൻ ചോദിക്കുമ്പോൾ നമ്മൾ അവിടെ മീനിങ്സ് എല്ലാം എഴുതേണ്ടത് എന്താണ്, എങ്ങനെയാണ് ബാങ്കിങ്ങിനെ നിർവചിച്ചിരിക്കുന്നത് എന്ന രീതിയിലാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. അപ്പോൾ നിങ്ങൾ ആ ഡെഫിനിഷൻ ബാങ്ക് റെഗുലേഷൻ ആക്ട് 1949 പ്രകാരം നിർവചിച്ചിരിക്കുന്ന ഡെഫിനിഷൻ 100% നോക്കുക. 2 മാർക്കിന് എല്ലാ എക്സാംസിനും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. 2019 to 2015 വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസിലും ഡിഫൈൻ എ ബാങ്ക് എന്നുള്ളൊരു പോർഷൻ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താണ് യൂണിറ്റ് ബാങ്കിങ് ചോദിച്ചിട്ടുണ്ട്, മൊണോപ്പൊളി ബാങ്ക് എന്താണ്, മിക്സഡ് ബാങ്കിങ് എന്താണ്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ബാങ്ക് എന്താണ്, വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ബാങ്ക്സ്. ഇതൊക്കെ നമുക്ക് 2019 to 2015 വരെയുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ചോദിച്ചിട്ടുള്ള ഭാഗങ്ങളാണ്. അപ്പോൾ എന്തായാലും വീഡിയോ എല്ലാവരും കാണുക, ലാസ്റ്റ് വരെ കാണുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ ഈ ഒരു ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക്സ് ഇന്നതൊക്കെയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയേണ്ടതാണ്. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്. എല്ലാവരും വീഡിയോ കാണുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.